ഹലോ, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കുതിരയുടെ ഒക്കെ ഒരു സ്ഥലത്താണ്. ഇവിടെ കുതിരയുടെ ഒരു എന്താ പറയുക ഷോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുതിരയുടെ ഉള്ളിൽ സവാരി നടത്താൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഞങ്ങളിപ്പം ഇതിനുള്ളിലോട്ട് കയറി ടിക്കറ്റൊക്കെ എടുത്തു. കയറി കഴിഞ്ഞു. ഇനിയിപ്പം ഉള്ളിൽ കയറി എന്തൊക്കെയാണ് അവിടെയൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് കെൻറ്റക്കി ഹോഴ്സ് പാർക്ക് എന്നാണ് ഇതിന് പറയുന്നത്. അതെ, ഇവിടെ ഒന്നാമത് ഇങ്ങനെ ഏറ്റവും വലുതാണ്. ഓൾമോസ്റ്റ് 2000 സ്ക്വയർ ഫീറ്റ് ഏക്കറിലാണ് അത് കിടക്കുന്നത്, ഈ ഒരു സ്ഥലം കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയുണ്ട്. ഹോഴ്സ് റൈഡിങ്ങിനൊക്കെ പോവാം. പിന്നെ അവിടെ എന്തൊക്കെയോ കുറേ ഷോ ഉണ്ട്. കുറേ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്ന ഹോഴ്സസിനെ കാണാം. ഇവിടെ റേസിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്കപ്പം ഓരോന്നരായിട്ട് പോയി ഇതിൻ്റെ അകത്തൂടെയൊക്കെ നടന്ന് കാണാം. അതെ, അപ്പോൾ നമുക്ക് നേരെ പോയി കണ്ടാലോ. അടിപൊളിയായിരിക്കും. Here I am on the run now, been there for way too long. I'm off to chase the sun now, for you know I'll be gone. You were the better actor, but then you looked so. സോ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവർ നമ്മൾ പറഞ്ഞു 11 മണിക്ക് ഒരു ഷോ ഉണ്ട്, പാരേഡ് ഓഫ് ബ്രീഡ് ഷോ അല്ലേ. സോ അത് ഡിഫറെൻറ്റ് സ്ഥലത്തു നിന്നുള്ള ഹോഴ്സസിനെ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്യുന്ന ഒരു ഷോ ആണ്. അതെന്തോ പരിചയപ്പെടുത്തുക, നമ്മളെ പരിചയപ്പെടുത്തുക. കയറി നോക്കാം. അപ്പം ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പറയാം. അതെ, അത് നമുക്ക് എല്ലാവർക്കും കാണുകയും ചെയ്യാം. അതെ, എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം.
അപ്പോൾ ഞങ്ങൾ കുതിരയുടെ ആ ഒരു എന്താ പറയുക ഒരു പെർഫോമൻസ് എല്ലാം കണ്ടു. ഓരോരോ ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കുതിരയുണ്ട്, പക്ഷേ അമ്മ ശരിക്കും ഇന്ത്യയിൽ നിന്നായിരുന്നു, പക്ഷേ ഇത് ജനിച്ചത് നമ്മുടെ ഇവിടെ തന്നെ അമേരിക്ക തന്നെയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് തന്നെ പറഞ്ഞാണ് അവർ ആ ഒരു ബ്രീഡിനെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതേപോലെയൊക്കെ വേഷമൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ, വേഷമൊക്കെ ഇട്ടിട്ടൊക്കെ ഇന്ത്യൻ പുറത്തുള്ള പെണ്ണ് ഇന്ത്യൻ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, നമ്മുടെ ചെറുതായിട്ടുണ്ടോ അപ്പോൾ വേണ്ട പുറകെ കൂടെ ഇവിടെ വരുന്നുണ്ട്, പുറകിൽ കൂടെ നടന്നു വരുന്നുണ്ട് ആ ഓറഞ്ച്. അപ്പം ഇത് രസമുണ്ട്. ഇതൊരു ശരിക്കും ഹോഴ്സ് പാർക്ക് എന്ന് പറഞ്ഞ കെൻറ്റക്കിയിലുള്ള ഹോഴ്സ് പാർക്കാണിത്. ഒരു 2000 ഏക്കറിൽ ഉള്ള ഒരു സ്ഥലമാണ്. ഒത്തിരി ഉണ്ട് ഇവിടെ നടന്ന് കാണാൻ വേണ്ടി. ഇപ്പം ഞങ്ങൾ ആകെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന ഈ ഒരു ഹോഴ്സസിൻ്റെ ഷോ ആണ്. ഡിഫറെൻറ്റ് സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന ഹോഴ്സസിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ആൾക്കാരിരുന്നിട്ട് ജസ്റ്റ് ഒരു റൈഡ് പോലെ അവർ കാണിക്കുവാണ്. ഇതേപോലത്തെ വേറെ കുറേ സംഭവം ഓരോ ഷോസും ഉണ്ട്. അപ്പം ഓരോ ഷോസിലേക്ക് ഓരോ എടുക്കണം, പക്ഷെ നമുക്ക് മൊത്തം കണ്ടു തീർക്കാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ഞങ്ങൾ കുറച്ച് മിസ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത എന്തോ കുറച്ച് ഷോസ് ഉണ്ട്, നമുക്കതൊന്ന് കാണാൻ വേണ്ടി പോവാം. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇത് ഒരിക്കലും നമ്മൾ വന്ന് ജസ്റ്റ് കുതിര തൊടാനും അവരോട് സംസാരിക്കാനും അതിനെക്കുറിച്ച് എന്ത് ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം, അവർ പറഞ്ഞു തരും നമുക്ക്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് എങ്ങനെയുണ്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. Above me, I'm safe here in my nest. The last thing that അപ്പം അടുത്തൊരു ഷോ ഉണ്ട്, ഒരു ബിഗ് ബാൺ കെൻറ്റക്കി ഹോഴ്സ് പാർക്ക് എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറുകയാണ്, നോക്കട്ടെ എങ്ങനെയാന്ന്. safe here in my nest. The last thing that you hear of me, and I learn from the past. I hear the lonely shadows call out my name tonight. You tried to aim your arrow, and so I left without a fight, without a fight. And all the king's horses, and all the king's men, they will try to find me, but they never will. They want to. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ കുതിര വണ്ടികൾ എന്ന് വെച്ചാൽ പഴയ കുതിരവണ്ടി മുതൽ പുതിയ കുതിരവണ്ടി ഉണ്ട്. സോ ഈ കാണുന്നത് സ്ഥലമൊട്ടല്ലേ ജില്ലു, നീ ഇങ്ങോട്ടേ ഓടി കിടക്കുന്നത് നിനക്ക് ക്യാമറ കാണിക്കുക. ഇതാണ് പിന്നെ കൃഷിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കണ്ടില്ല ഇതൊക്കെ കണ്ട് കൃഷി ഫ്ലോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇതെല്ലാം ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കുക എന്ത് ചെയ്യാനാണ്. കാണുന്നതാണ് കൃഷി ഫ്ലോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ആൾക്കാരെ പണ്ട് കൊണ്ടുപോയിക്കൊണ്ട് നമ്മുടെ ഇംഗ്ലീഷുകാരൊക്കെ പറയുന്ന പോലെ UK പോകുമ്പോൾ കൊണ്ടുവന്നത്. ഇവിടെ ആരൊക്കെ എന്തൊക്കെയോ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ജെയ്മി. മലയാളികളുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയിട്ടില്ല. എൻ്റെ പേര് കണ്ടോ, എൻ്റെ സ്പെല്ലിംഗ് വരെ അവൾക്ക് തെറ്റി തുടങ്ങി ഇപ്പോൾ. And all the king's horses, and all the king's men, they will try to find me, but they never will. They wander and wander. അപ്പോൾ ഞങ്ങൾ ഇതിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാണെല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക കാഴ്ചകൾ കണ്ട്. ഹോഴ്സസ് ഉണ്ട് ഇതിൽ ഫുള്ളായിട്ട് അല്ലേ? ഉണ്ടെന്ന് തോന്നുന്നു. കാണാൻ നല്ല രസമുണ്ട്. ജില്ലു കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോസ് എല്ലാം കാണാം. കുറച്ച് നമ്മളിത് ഈ ഒരു പ്ലേസ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ ഒക്കെ ഒരു ഇത് തോന്നുന്നുണ്ട് കേട്ടോ. ഇല്ലെന്നോ എന്നെ കുറ്റം പറയരുത്, അത് കണ്ടിട്ട് ഇനി അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ. പക്ഷെ ഫുൾ പച്ചപ്പും ഒക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ട് അതേപോലെ എനിക്ക്. എന്നാലും ഇല്ല, ചെറുതായിട്ട് ഒത്തിരിയല്ല, ചെറുതായിട്ട്. ഞങ്ങളുടെ ഈ ബാക്കിൽ കാണുന്ന ഫുള്ള് നമുക്ക് ഹോഴ്സ് റൈഡിങ്ങിന് പോവുകയാണെങ്കിൽ ഇതിലേക്കൂടെയാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ കുറച്ച് പയ്യെ സ്ലോയിലാണ് കൊണ്ടുപോകുന്നത്. ഒരു 45 minutes റൈഡാണ് അത് ഉള്ളത്.
അപ്പം ഞങ്ങൾ ഇങ്ങനെ വന്ന് നിന്നു. ഇവിടെ ഒരു റേസിംഗ് ട്രാക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഇവിടെ ഇൻ്റർനാഷണൽ റേസിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം പരിശീലനം എല്ലാം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ട്രെയിനിങ്ങും ഉണ്ട്. അതെ, ട്രെയിനിങ്ങും ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഈ പുറകിൽ കാണുന്ന ഇവിടെ ഒരു ഫീൽഡുണ്ട്. ഈ ഫീൽഡിൽ വെച്ചാണ് അവർ റേസ് ട്രാക്കും കാര്യങ്ങളും കാണുന്നുണ്ടോ? ഒരു കുറച്ച് കളർ വ്യത്യാസമായിട്ട് ഗ്രാസിൽ നിന്നും കാണുന്നത് അതാണ് ട്രാക്ക്. ആ ട്രാക്കിൽ കൂടെ ആണ് അവർ പരിശീലനം കാര്യമൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് വലിയ വലിയ ആൾക്കാരൊക്കെ വരും. നമുക്ക് കുതിരകളുടെ മൊത്തത്തിൽ അറിയത്തില്ല, പക്ഷേ അവരൊക്കെ വന്ന് ഇത് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഇവിടെ വരാറുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ചാമ്പ്യൻസ് ആയിട്ടുള്ള കുറേ കുതിരകൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ആരെയൊക്കെ വരികയാണെങ്കിൽ അത് കണ്ടിരിക്കുക, നല്ലതാണ് അല്ലേ? എന്തത് ഫോട്ടോ ഷൂട്ട് അല്ല, പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ആദ്യം ആക്ച്വലി കുറച്ച് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം വാങ്ങണം, വിശക്കുന്നുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നും കഴിച്ചില്ല രാവിലെ ആയിട്ട്. അപ്പം നേരെ അങ്ങോട്ടേക്ക് അങ്ങ് പോവാം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചു. വേണ്ട ജില്ലു ഒരു അതെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. ഒരു ട്രക്ക് ഉണ്ട്. സോ ട്രക്ക് ഫുഡ് വാങ്ങിച്ചു. ചിക്കൻ സാൻഡ്വിച്ച് ജില്ലു വാങ്ങിച്ചു. ഞാനൊരു ബാർബിക്യൂ സാൻഡ്വിച്ച് വാങ്ങിച്ചു. പിന്നെ ഒരു മാംഗോ സ്മൂത്തി, ഒരു സ്പ്രൈറ്റും വാങ്ങിച്ചു. അപ്പോൾ ഇതിരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു പോകാമെന്ന് വിചാരിച്ചു. കാണാൻ നല്ല രസമുണ്ട്. നല്ല അടിപൊളി ബണ്ണൊക്കെ ആയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കാലം കൂടി നമുക്ക് ഇതിനകത്ത് കാണാറുണ്ട്. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തോട്ട് പോകും അല്ലേ? അപ്പം കഴിക്കാമല്ലോ. അപ്പം ഞങ്ങൾ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഇനിയും ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഇൻ്റർനാഷണൽ മ്യൂസിയം ഓഫ് ഹോഴ്സസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഒരു കുതിരയുടെ മ്യൂസിയത്തിൽ കയറാൻ പോകുന്നത്. അതെ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ജിൽ 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 എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവളാരായി വിളിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെയാണ് മനസ്സിലായി അവിടെ പട്ടിക്കുട്ടിയുണ്ട്, അതിനെയാണ് ജിൽ ജിൽ ജിൽ. നീ പട്ടിക്കുട്ടി എന്താണ് ജില്ലു ഇവിടെ? ജില്ലു എന്തോ പറഞ്ഞു? എന്താ ജില്ലു പറഞ്ഞു? റോയൽ ലുക്ക് ഉണ്ട്. റോയൽ ലുക്ക് അല്ല, ഞാൻ പറയുന്നില്ല. എൻ്റെ പുറകെ കാണുന്ന ഈ ട്രോഫീസ് മുഴുവൻ ഇവിടെ ഉള്ള കുതിരകളെ കൊണ്ട് ഈ കുതിര പന്തയം അങ്ങനെ നടത്തിയിട്ട് മേടിച്ചേക്കുന്ന ട്രോഫീസാണ് ഈ കാണുന്ന മുഴുവൻ. നമ്മൾ സ്കൂളിൽ നിന്ന് പോയി ട്രോഫിയൊക്കെ മേടിക്കുന്ന പോലെ. ഇത് കാണുന്നത് ആ ബാക്കിൽ കാണുന്ന ഹോഴ്സിൻ്റെ ശരിക്കുള്ള സ്കെൽട്ടൺ ആണ്. അവരിവിടെ പ്രിസർവ് ചെയ്ത് ആ സ്കെൽട്ടൺ വെച്ചിരിക്കുകയാണ്. അതേപോലെ നമുക്ക് കാണാം എന്തൊരു വലിയ ഹോഴ്സല്ലേ. അപ്പം ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി.
അപ്പം നിങ്ങൾക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാമായിട്ട്. അപ്പം പക്ഷെ ഞങ്ങൾക്ക് ഹോഴ്സ് റൈഡിങ് ചെയ്യാൻ പറ്റിയില്ല. അതെ, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു, അപ്പോൾ ടൈം പോകുന്നു പറഞ്ഞില്ല. ഇനി വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ഞങ്ങൾ ഹോഴ്സ് റൈഡിങ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ വരുന്നവർക്ക് അവർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. 35 മിനിറ്റ്സ് 45 മിനിറ്റ്സ് ആണ് അതുള്ളത്. അവർ പഠിപ്പിക്കുകയും ചെയ്യും, ട്രെയിനിങ് ഒക്കെ തരും, അതിന് ശേഷമേ അവർ കയറ്റത്തുള്ളൂ. പക്ഷേ എന്തായാലും കുറേ കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് കണ്ടു. ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള ഇതുണ്ട് ഇവിടെ. കാരണം അവർ ഷോസിന് ഇഷ്ടം പോലെ ഷോസ് ഉണ്ടോ? അതെ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവർ കുറേ പരിപാടികൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ മ്യൂസിയം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതും ഇപ്പം നമുക്ക് കുതിരയെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ കുറേ കണ്ട് പഠിക്കാനുള്ള കുറേ ഉണ്ട്. എന്ന് വെച്ചാൽ ഈജിപ്തിൽ, അറേബ്യൻ, ഇന്ത്യൻ, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി നമുക്ക് ഓരോ ഹോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പഠിക്കാം, അവരുടെ കൾച്ചറും പഠിക്കാം. അപ്പം ഞങ്ങളുടെ വ്ലോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ, കമൻറ്റ്, ലൈക്ക് എല്ലാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. Here I am on the run now, been there for way too long. I'm off to chase the sun now, for you know I'll be gone.